ഹലോ ഹായ്. അപ്പോൾ നമ്മളൊരു യാത്ര പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിള്ളേരും ചേട്ടനും ഒക്കെ ആയിട്ട് യാത്ര പോകാനായിട്ടാണ്. എവിടെയാണെന്നറിയോ? നമ്മൾ പഴനി മധുര അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചേ. അപ്പോൾ നമ്മൾ കായംകുളത്തു നിന്നാണ് കയറുന്നത് കേട്ടോ. ട്രെയിനാണ് നമ്മൾ പോകുന്നത്. കായംകുളത്ത് രാത്രി 10:30 അമൃത എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മളത് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് ഇങ്ങോട്ട് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ വന്നു. അപ്പം നല്ല ഇരുട്ടാണ്. അപ്പോൾ വെക്കേഷന് നമ്മുടെ ഈ പഴനി പോകാൻ ഉദ്ദേശിക്കുന്നവർ, ട്രെയിനിൽ പോകാൻ ആഗ്രഹമുള്ളവർ ഇത് ഇവിടുന്ന്, ഞങ്ങളിപ്പോൾ കായംകുളത്തു നിന്നാണ് കയറുന്നത്. അപ്പോൾ കായംകുളത്തുനിന്ന് കോട്ടയം വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ രാത്രി 10:30 അമൃത എക്സ്പ്രസ്സിൽ വന്നാൽ നേരം വെളുക്കുമ്പോൾ നമുക്ക് പഴനിയിലെത്താം കേട്ടോ. നമുക്ക് വിശ്രമിച്ചിട്ട് പോകാൻ പറ്റും ട്രെയിനിലാകുമ്പോൾ. ബസ്സിലാകുമ്പോൾ നമ്മളിങ്ങനെ ഒരേ ഇരിപ്പിരിക്കണ്ടേ. എനിക്ക് ബസ് യാത്ര പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ട്രെയിന് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷന് നമുക്കൊരു തീർത്ഥാടനം പോകണമെന്ന് ആഗ്രഹമുള്ളവർ ട്രെയിനകത്താണേലും പോകാം. അപ്പോൾ അതിനൊരു ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റിസർവേഷൻ ചെയ്താൽ മതി. പണ്ടൊക്കെ ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ പാലക്കാട് ചെന്നിറങ്ങി അവിടുന്ന് ബസ്സിനായിരുന്നു പോയത്. ഇപ്പോഴാണ് നമുക്കിങ്ങനെ ഈ പഴനിയിലോട്ട് നേരിട്ടുള്ള ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ ട്രെയിൻ കണ്ടോ, ഇത് രാജധാനി എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. പക്ഷെ എന്തൊരു നീളമാണെന്നുള്ളത്, ഭയങ്കര നീളമാണ്. ഞാനതിൻ്റെ നീളം കണ്ടാണ് വീഡിയോ പിടിച്ചത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വന്നപ്പോൾ വന്ദേ ഭാരത് പോയി കേട്ടോ. ട്രെയിൻ നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നതിന് മുമ്പേ വന്ദേ ഭാരത് പോയി, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പോയി. അപ്പം നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതേ ഇവരൊക്കെ പഴനി വരുന്നവരാണ് കേട്ടോ. നമ്മൾ പരിചയപ്പെട്ടു, അവരൊക്കെ കയറി കിടന്നു. അപ്പോൾ നമുക്ക് നേരം വെളുത്തായിട്ട് ഇനി വീഡിയോസ് കാണാം കേട്ടാ. അപ്പോൾ നേരം വെളുത്ത് വരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പഴനി എത്താറായി. അപ്പം ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കായതുകൊണ്ടാണ്. എല്ലാവരും കിടന്ന് നല്ലതുപോലെ ഉറങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് വീട് മാറിക്കിടന്ന ഉറക്കം വരില്ല കേട്ടോ. അപ്പം ഞാനൊരു വിധത്തിൽ നേരം വെളുപ്പിക്കുമായിരുന്നേ. എനിക്ക് ഇരിക്കാനും പറ്റത്തില്ലല്ലോ. ഈ മേളിൽ ഇങ്ങനെ സീറ്റുകളിൽ ഓരോരുത്തർ കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ അങ്ങനെ നേരെ ഇരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം കിടക്കുന്നവർക്ക് കിടക്കാൻ ഞാൻ പിന്നെ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. അപ്പം നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എടുക്കാറായി. പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി കേട്ടോ. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി എല്ലാവരും എടിയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ നിറച്ച് തെങ്ങും തോട്ടമാണ് കേട്ടോ. തെങ്ങിൻ തൈകളാണ് തോന്നുന്നത്. തെങ്ങിൻ തോപ്പാണ് ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ എത്തി, റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാം കണ്ട പഴനിയിലോട്ട് വരുന്നവരാണ് കേട്ടോ. കണ്ട ആ ഒരു ട്രെയിൻ മുഴുവൻ ആളുകളും പഴനിയിലാണ് മിക്കത്. ഇനി ഈ ട്രെയിൻ നേരിട്ട് ഇനി മധുരയ്ക്ക് പോവുക. ഈ ട്രെയിൻ നേരിട്ട് ഇനി മധുരയിലോട്ട് വിടുകയാണ് ഈ ട്രെയിൻ. അപ്പോൾ ഇത്രയും പേര് കണ്ടോ പഴനി വന്നവരാണ് കണ്ടോ. അവിടെ നിന്ന് അങ്ങോ അറ്റം വരെയുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി കുതിരവണ്ടിക്കാരും ഓട്ടോക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ റേറ്റും കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം കയറുക. പിന്നെ അതുമല്ല ഒത്തിരി ഹോട്ടലിൻ്റെയൊക്കെ ഏജൻറ്റുമാർ, ഈ കുതിരവണ്ടിക്കാരും പിന്നെ ഓട്ടോക്കാരും. അപ്പോൾ നമ്മൾ ഈ കുതിരവണ്ടിക്കാർ ഒരു പ്രാവശ്യം ഞങ്ങളെ പറ്റിച്ച് കൊണ്ട് ഒരു ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ട് എങ്ങനെ അവർ പറഞ്ഞ് ഇടിപ്പിച്ചു കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു ആ ഹോട്ടൽ കേട്ടോ. എങ്കിലും അവർക്ക് ഒത്തിരി കമ്മീഷനുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആ കയറുമ്പോൾ നമ്മളത് മുൻകരുതലായിട്ട് വേണം അവരോട് കയറാൻ. മലയാളീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പറ്റിക്കും. ഇനി അങ്ങോട്ട് പറ്റിപ്പിൻ്റെ ഏരിയയാണ് നമ്മളങ്ങോട്ട് ചെല്ലുന്നിടത്തോട്ട്. മലയാളീസ് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മളെ പറ്റി.
മുൻകരുതൽ വേണം. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഓട്ടോക്കാരൊക്കെ അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ബസ്സിൽ കയറാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ബസ് സർവീസ് കൊണ്ട് ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും. ഈ ട്രെയിൻ വരുന്ന സമയത്ത് ബസ്സും കാണും കേട്ടോ. അപ്പോൾ ട്രെയിനകത്ത് കയറാമെന്നുള്ള ഉദ്ദേശമാണ്. ഇനിയിപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറാമെന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിൽ പോകാം. ഇതുവരെ ബസ്സിൽ കയറിയിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഈ പഴനിമലയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇത് നോക്കി, അവിടെയാണ് നമുക്ക് കയറേണ്ടത്. അപ്പം ഞങ്ങൾ ഇത്തവണ എന്തായാലും ഈ ദേവസ്വമയുടെ ദേവസ്വത്തിൻ്റെ റൂം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ചേട്ടൻ നമ്മുടെ പട്ടയി നായിഡു എന്ന് പറയുന്നൊരു ഹോട്ടലാണ് ചേട്ടൻ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ അവിടെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ നമുക്കിവിടെ ദേവസ്വത്തിൻ്റെ അവിടെ ഒന്ന് കയറി നോക്കാം, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് റൂം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നു. അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ ചെന്ന് നോക്കട്ടെ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക്. അപ്പോൾ റൂം കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയവർ കുറേ പേര് ഓടി അങ്ങ് പോയി അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ എൻ്റെ നിർബന്ധത്തിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ റൂമിന് ഭയങ്കര ഡിമാൻഡാണ് അവർക്ക്. അപ്പോൾ അവിടെ കസേരയിൽ ഇരിക്കുന്നൊക്കെയാണ് അവർ പറയുന്നത്. 8 മണി കഴിയും. ഓരോരുത്തർ 1 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ വന്നില്ലേ, നമുക്കൊന്ന് എന്തായാലും ഇരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുവാണേ. അപ്പോൾ റൂമൊക്കെ ചെന്ന് നമുക്കൊന്ന് കാണാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കുവാണ് നമ്മൾ. അപ്പോൾ എന്തായാലും റൂം കാണിക്കാമെന്ന് പറഞ്ഞ് ചേട്ടനെ വിളിച്ചത് പക്ഷേ എനിക്ക് തന്നെ ഞങ്ങൾ ഇത് റൂം കണ്ടു. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് കൊള്ളുകയില്ലാത്ത റൂമാണ് കിട്ടിയത്. ആദ്യം കയറിയ റൂമെന്ന് പറഞ്ഞാൽ ഫാൻ കംപ്ലൈൻറ്റാണ്. പിന്നെ അത് ഞങ്ങൾ എല്ലാം വലിച്ചു 2ാമത്തെ റൂം. എന്നിട്ട് ചേട്ടൻ പറഞ്ഞ് വേറെ നമുക്ക് പോകാം. നമ്മൾ ചെന്ന് എടുത്ത് പോയതല്ലെന്ന് വെച്ചിട്ട് എന്തായാലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതി ഞങ്ങളവിടെ കഴിഞ്ഞു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല, ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. റേറ്റ് കുറവാണെന്നേ ഉള്ളൂ. റൂം സർവീസ് എന്ന് പറഞ്ഞാൽ മഹാമോശം. എല്ലാവരും കൈനീട്ടലാണ്. അവിടെ നിൽക്കുന്നവരെല്ലാം മലയാളീസ് എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ കൈനീട്ടി പോകുമ്പോൾ കാശിന് കിട്ടിയിട്ട് ഒന്ന് തുടച്ചിച്ച് പോണേ കൈനീട്ടും. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനും മോനോട് മുടി കളയാൻ വന്നിട്ടുണ്ട്. മുടി കളയാനുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ദേവസ്വത്തിൻ്റെ തന്നെ എവിടെയാണ് പിന്നെ മുടി കളഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിങ്ങനെ സ്ലിപ്പ് മേടിച്ചിട്ട് മുടി കളയാം കേട്ടോ. അപ്പോൾ ഈ മുടി കളയുന്നവർ പൈസയൊന്നും കൊടുക്കണ്ട. ആ മുടി കളയുന്നവർക്ക് ദക്ഷിണ കൊടുക്കണം. ഞങ്ങൾ ഓരോരുത്തർക്ക് 100 രൂപ വെച്ച് കൊടുത്തു. 200 രൂപ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പഴനിമലയൊക്കെ കയറി വന്നു. അങ്ങോട്ടൊന്നും ഫോൺ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടിവാരത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി അവിടെ മുടി കളഞ്ഞിട്ട് പോയി റൂമിൽ പോയി കുളിച്ചിട്ട് വന്ന് തൊഴുതിട്ട് വൈകുന്നേരം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയാണ്. ഭക്ഷണത്തിനൊക്കെ തീ പിടിച്ച വിലയാണ്, ഭയങ്കര ചാർജാണ്. ഒരു ചായക്കൊക്കെ 26 രൂപ, ഭയങ്കര വില. ഇഡ്ഡലിക്കൊക്കെ 36 രൂപയൊക്കെയാണ് അവരെടുക്കുന്നത്. ഒരു ഇഡ്ഡലിയുടെയൊക്കെ വില ഞെട്ടിപ്പോയി നമ്മൾ. പക്ഷെ നമുക്ക് ഭക്ഷണമല്ലേ കഴിച്ചില്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് ഭയങ്കര ചാർജാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുകയാണ്. അപ്പോൾ ഫോണൊന്നും അങ്ങോട്ട് അടുപ്പിക്കില്ല. പണ്ട് നമ്മൾ വരുമ്പോൾ അടിവാരത്തിൻ്റെ ആദ്യം കാണുന്ന മയിലിൻ്റെ ആ ഒരു ഗോപുരം ഉണ്ടല്ലോ, അവിടെ നിന്നായിരുന്നു കയറുന്നത്. ഇപ്പോൾ അതിനും വഴിയല്ല കയറ്റി വിടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ അപ്പുറത്ത് നമ്മൾ പണ്ട് കയറിയിട്ട് ഇറങ്ങുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതിലും വഴിയാണ് ഇപ്പോൾ അവിടെ നിന്നാണ് ചെക്ക് ചെയ്ത് പെണ്ണുങ്ങളെ വേറെ ക്യൂവിലൂടെ ആണുങ്ങളെ വേറെ ക്യൂവിലൂടെയാണ് കയറ്റി വിടുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇവിടേക്കൊന്ന് ചുറ്റി കറങ്ങുവാണേ. നമ്മുടെ കാറ്, ഈ ഫ്രീ സർവീസ് കാറുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞങ്ങളൊന്ന് ചുറ്റി പഴനിക്ക് ചുറ്റും. വെള്ളം വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണ കയറാനായിട്ട്.
എനിക്ക് ഹെൽത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു മല കയറാനായിട്ട്. എന്തായാലും കയറി ഇറങ്ങി. ഭയങ്കരമായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ. കണ്ടോ, ഞാൻ ഇതിൻ്റെ ആണ് കയറിയത് കേട്ടോ. അങ്ങനെ ചുറ്റി നമുക്കൊന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി മധുരയ്ക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് ക്യാമറ പിടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പം മധുരയിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8:30-ക്ക് പഴനിയിൽ നിന്ന് തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അവിടെ രാവിലെ 8:30-ക്കാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ട്രെയിൻ വരാൻ കാത്ത് നിൽക്കുവാണ്. അപ്പോൾ മധുരയിലും ഫോണൊന്നും അങ്ങോട്ട് അടുപ്പിക്കില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് റൂം എടുത്തിട്ട് എന്തായാലും അവിടെ പോയി മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചാണ് പോണത്. അപ്പോൾ എന്തായാലും ചെന്ന് നോക്കട്ടെ, റൂമൊക്കെ കിട്ടുവാന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഫോൺ അവിടെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ഒന്നും ഫോട്ടോ എടുക്കാനും പറ്റില്ല. അപ്പം അവിടെ ചെന്ന് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ മധുരയിൽ വന്ന് റൂം എടുത്തിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ എന്തായാലും അവിടെ വെച്ച് കണ്ടു, നമുക്കൊരു റൂം തന്നു. ഫോൺ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ബന്ധുവിൻ്റെ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് റൂമൊക്കെ കിട്ടി. അപ്പോൾ ഈ റൂം വലിയ കുഴപ്പമില്ല. പക്ഷേ പഴനിയിലെ റൂം അതൊരു അപാരമായിപ്പോയി. ഭയങ്കര കൊതുകിൻ്റെ ശല്യമൊക്കെ ആയിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല. പിന്നെ അപ്പം നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ, മീനാക്ഷി ക്ഷേത്രം. അപ്പോൾ അവിടെ പോയി നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. പിന്നെ എനിക്ക് ഇച്ചിരി ക്ഷീണവും വയ്യാഴിയുണ്ട്. അതുകൊണ്ട് ഫോണൊന്നും ക്യാമറയൊന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി വന്നിട്ട് പിറ്റേന്ന് രാവിലെ തിരുപ്പുറം കൊണ്ടത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നില്ല, തിരുപ്പുറം കൊണ്ടത്തോട്ട് പോകാം. അപ്പോൾ അങ്ങോട്ട് ട്രെയിൻ സർവീസ് ഇല്ല എന്നല്ല, നമുക്ക് ആ രാവിലത്തെ ടൈമിന് കിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ ഉള്ളവരെല്ലാം ഓട്ടോയ്ക്കാണ് പോകുന്നത്, വണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാൻ പറ്റി. മധുരയിൽ നിന്ന് തിരുപ്പുറം കൊണ്ടത്തോട്ട് അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ട് റൂമിൽ കൊണ്ടാക്കി തരാം. ഒരാൾ തരാൻ പക്ഷേ 600-500 ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല, റേറ്റ് കുഴപ്പമില്ല. 400 രൂപയ്ക്ക് ലാഭമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ 400 രൂപ തിരുപ്പുറം കൊണ്ടത്തോട്ട് പോകും. പിന്നെ മധുരയിൽ നിന്ന് നമുക്ക് തിരുപ്പുറം കൊണ്ടത്തോട്ട് പോകാനായിട്ട് 400 രൂപ മതി. പിന്നെ നമ്മൾ കേരളത്തിൽ തിരിച്ച് വന്നിട്ട് നമുക്ക് തിരുപ്പുറം കൊണ്ടത്ത് പോകണമെന്ന് പറഞ്ഞു ആ പൈസക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു തിരുപ്പുറം കൊണ്ടത്തോട്ടും പോയിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് കൊണ്ട് പോകുന്ന മധുരയിൽ വന്നിട്ടുണ്ട്, തിരുപ്പുറം കൊണ്ടത്തോട്ടൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ട് പോവുകയാണ്. പക്ഷെ അതിൻ്റേതായിട്ടൊരു സന്തോഷമുണ്ട്. അപ്പം നമ്മൾ എന്തായാലും അമ്പലം എത്താറായി. അപ്പം നമ്മൾ തൊഴുതു. അപ്പോൾ അവിടെ ഫോൺ ഉപയോഗിക്കുമെങ്കിലും എനിക്ക് അകത്തോട്ടൊക്കെ അങ്ങ് ഉപയോഗിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ ഞാൻ തൊഴുത് ഇറങ്ങി കഴിഞ്ഞ് ചുമ്മാ അങ്ങ് പിടിച്ചതാണ് കേട്ടോ, ഒരു വീഡിയോ പോലെ അങ്ങ് പിടിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നാളെ മുരുകൻ്റെ എന്തോ ഒരു ഉത്സവം പോലെ അവിടെ ആ മുരുകൻ്റെ കല്യാണം ഏതാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞങ്ങൾ വന്നു. പക്ഷെ ആളത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. നല്ലതുപോലെ തൊഴാൻ പറ്റി, സന്തോഷമുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലും നമ്മൾ ചെന്നതിൻ്റെ അന്ന് തൊഴുതു, പിറ്റേന്ന് രാവിലെയും തൊഴുതിട്ടാണ് നമ്മൾ തിരുപ്പുറം കൊണ്ടത്തോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഫോൺ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ റൂമിൽ ബാഗിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അതുകൊണ്ട് മധുര മീനാക്ഷിയിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ചേട്ടൻ ഫോൺ കൊണ്ടുവന്ന് അവിടെ എന്തോ വെച്ചിട്ട് എടുത്തെങ്കിലും റൂം അവിടെ ഫോൺ സൂക്ഷിക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെടുത്തെങ്കിലും ആ ഫോട്ടോ ഇന്ന് തന്നെ കണ്ടില്ല, എങ്ങനെയോ പോയി, അത് മിസ്സായി. അപ്പോൾ എന്തായാലും നമ്മൾ തിരുപ്പുറം കൊണ്ടത്ത് വന്നു, മുരുകനെ കണ്ടു, തൊഴുതു, നല്ലതുപോലെ തൊഴാൻ പറ്റി. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ചു കഴിച്ചു. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ തിരിച്ചങ്ങിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി കേരളത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ റൂമിൽ ചെന്നിട്ട് ഇടത്തിൽ പോവാം. അപ്പോൾ എനിക്ക് മല കയറിയതിൻ്റെ ബുദ്ധിമുട്ടും ഇനി ഈ 2 ദിവസം ഉറക്കം നിന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ശരിക്കുണ്ട്. അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട് എനിക്ക്.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും നല്ലതുപോലെ എടുക്കാനൊന്നും പറ്റിയില്ല. നിങ്ങൾ ക്ഷമിക്കണം. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും എങ്ങനെ എടുക്കാൻ, ചേട്ടൻ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ. ചേട്ടൻ എല്ലാ കാര്യങ്ങളും നേതൃത്വം വയ്ക്കുന്ന ഒരാളായതുകൊണ്ട് ഫോണൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് അമ്പലത്തിലേക്കുള്ള ഇതൊക്കെ മേടിച്ചത്. പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ. ഞാൻ ഒരു മുഴം പൂവിന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന് ചേച്ചി ഉണ്ടല്ലോ, ആദ്യം 100 പറഞ്ഞു. പക്ഷേ ആ ചേട്ടൻ ഉടനെ ചാടിക്കയറി പറയണം 150 രൂപയാണ് ഒരു മുഴം പൂവിന്. പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര വില. നമ്മൾ മലയാളീസ് അന്നേരമ്പോൾ അവർ ഇരട്ടി അങ്ങ് വില പറഞ്ഞു നോക്കുക. അപ്പോൾ എന്തായാലും ഭഗവാനെ കണ്ടു തൊഴാൻ പറ്റി. വീഡിയോ എടുത്തതിൽ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ടെന്നറിയാം, അതൊക്കെ ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. എല്ലാവരും എടുക്കുന്ന പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പോയതുപോലെയല്ല, നമുക്കത് ഹെൽത്ത് പരമായിട്ടുള്ള ആ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ വീഡിയോസ് പിടിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെയൊക്കെ ആഹാരത്തിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ, നല്ല പൈസയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ആഹാരത്തിനാണ്. നമ്മൾ ഈ ഭക്ഷണത്തിനെ ശരിക്കും ഭക്ഷണത്തിന് പൈസ മേടിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 2025 പഴനി മധുര തിരുപ്പുറംകുന്നം യാത്ര. ഞാൻ ആദ്യമായിട്ട് കാണുന്ന വലിയ ഗോപുരം കേട്ടോ, മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഈ തിരുപ്പുറം കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. അതേ ഒരു ഇതിലൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. മധുര മീനാക്ഷിയമ്മേനെ നല്ലോണം കാണാൻ പറ്റി, ശിവഭവാനിയും കാണാൻ പറ്റി നല്ലതുപോലെ. അപ്പോൾ നമ്മളിനി തിരിച്ച് ഹോട്ടലിലോട്ട് കയറാൻ പോവുകയാണ്. ആ ചേട്ടനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം.